ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വാങ്ങുമ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, കൗതുകവും ഉണ്ടാകും. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യവിഭവം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ഏതാണ്? മത്തി അഥവാ ചാള, അല്ലേ? അതിൽ തന്നെ വലിയ മത്തികൾക്ക് ആരാധകരേറെയാണ്. എന്നാൽ കേരള തീരത്ത് ഈ വർഷം ലഭിച്ച മത്തികൾ വലുതായിട്ടില്ല എന്നുള്ള കൗതുകകരമായ കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്താണ് മത്തികൾക്ക് വലിപ്പം വെക്കാത്തതിന്റെ കാരണമെന്നൊന്ന് അറിയണ്ടേ? നോക്കാം. നല്ല പെടയ്ക്കണ മത്തി വാങ്ങാൻ വൈപ്പിൻ ഹാർബറിലേക്ക് രാവിലെ പോയതാണ്. എന്നാൽ കിട്ടാനുള്ളതാകത്തെ കുഞ്ഞൻ മത്തികൾ മാത്രം. നമ്മുടെ നാട്ടിലെ വലിയ മത്തികളൊക്കെ എവിടെ പോയി? കേരള തീരത്ത് വലിയ മത്തികൾ യഥേഷ്ടം ലഭിക്കേണ്ട സമയത്ത് 6 മാസമായിട്ടും മത്തികൾക്ക് വലിപ്പം വെച്ചിട്ടില്ല. മത്തിയുടെ വലിപ്പത്തെ ചൊല്ലിയുള്ള വേവലാതികൾ പടരുന്നതിനിടെയാണ് ഇതിൽ വിശദമായൊരു പഠനം നടത്താൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രജനനവും മത്സ്യബന്ധനത്തിലെ പ്രത്യേകതയുമൊക്കെയാവാം വലിയ മത്തികൾ ലഭിക്കാത്തതിന്റെ കാരണങ്ങളെന്നാണ് ഗവേഷകർ പറയുന്നത്. പസഫിക്കിൽ എൽ നീനോ ഉണ്ടാകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമുദ്ര ഉപരിതലത്തിൽ ചൂട് വർദ്ധിപ്പിക്കാൻ അതൊരു കാരണമാവാറുണ്ട്. അതിന് നമ്മൾ എൻസോ എന്നാണ് പറയാറ്, എൽ നീനോ സദേൺ ഓസിലേഷൻ ഈവൻസ് എന്ന് പറയാറ്. അത്തരം പ്രവണതകൾ വരുന്ന വർഷങ്ങളിൽ ചാളയുടെ അളവ് കുറയാറുണ്ട്. ചൂട് കൂടിയ അവസ്ഥയിൽ നിന്ന് കടലിന്റെ ഉപരിതല ചൂട് അത്യാവശ്യം ചാളയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ വന്നപ്പോൾ പ്രത്യുൽപാദനം കാര്യമായിട്ട് നടന്നിട്ടുണ്ടാകാം. പക്ഷേ പ്രത്യുൽപാദനം നടന്നാലും അത് 0 ഇയർ ക്ലാസ്സിലുള്ള കൂടുതൽ ചാളകളെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും, ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകാം.